ഇന്നലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ PIBയുടെ ഒരു പത്രക്കുറിപ്പുണ്ട്. 2024 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യയിൽ പിടികൂടി എന്നാണ് PIB റിപ്പോർട്ട്. ഇവിടെ എന്റെ കൈവശമുണ്ട്. More than 25,000 crore worth of drugs were seized in 2024 as part of the zero tolerance policy against drugs. ഇന്നലത്തെ PIBയുടെ പ്രസ് റിലീസാണ്. 2023 എത്രയായിരുന്നു പിടിച്ചത്? 16,100 കോടിയുടെ. അതായത് ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലാകെ 55% അധികമാണ് മയക്കുമരുന്ന് പിടികൂടിയത് എന്നാണ്. ഇതിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയതിന്റെ മൂല്യം ആകെ 60 കോടിയുടേതാണ്. 25,000 കോടി ഇന്ത്യയിലാകെ പിടികൂടുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ച് ഇത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. എന്നാൽ മറ്റെവിടെയും ഇല്ലാത്തൊരു പ്രശ്നം കേരളത്തിൽ മാത്രം, കേരളം ഇതിന്റെ ആകെ തലസ്ഥാനമായി എന്ന് ദയവായിട്ട് വ്യാഖ്യാനിക്കരുത്. വസ്തുതയായിട്ട് മാത്രമേ കാണാവൂ. അതതിന്റെ ഗൗരവത്തിൽ കാണുകയും വേണം. ഇതാണ് സമീപനം. പിന്നെ ദയവായിട്ട് ക്ഷമയോടെ കേൾക്കണം. നമ്മള് ഇക്കാര്യത്തിൽ ഒരു ക്ഷുദ്രമായ തർക്കത്തിൽ ഏർപ്പെടേണ്ടവരല്ല. വസ്തുതയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതെല്ലാം വസ്തുതകളാണ്. ദയവായി അനിൽകുമാർ ഈ ചർച്ചയൊന്നും നടക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് എണ്ണി ഇരിക്കൂ. ഞാൻ തർക്കത്തിനൊന്നുമില്ല. ഞാൻ അങ്ങ് ഇതിനെല്ലാം സാക്ഷിയാണല്ലോ. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോണ്ട. ഞാൻ ഇവിടെ വളരെ മിതമായിട്ട് മാത്രമേ കാര്യങ്ങൾ വസ്തുതാപരമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കേരളം ലഹരിയുടെ കേന്ദ്രമായി എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുള്ളൂ. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ലഹരിയുടെ കേന്ദ്രമായി എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും അങ്ങ് കാണണ്ട. അങ്ങ് ഏറ്റുമുട്ടാൻ ഉറച്ചിട്ടാണെങ്കിൽ ഞാൻ അതിന് തൽക്കാലം ഇല്ല. അതിന് വേറെ അവസരം നമുക്ക് ഉപയോഗിക്കാം. അതിന് വേറെ അവസരം നമുക്ക് ഉപയോഗിക്കാം. ഈ വിഷയത്തിൽ ഏറ്റുമുട്ടാനില്ല എന്ന് വ്യക്തമാക്കുകയാണ്. പക്ഷെ വസ്തുത പറയേണ്ടി വരുമല്ലോ, അത്രയേ ഉള്ളൂ. വസ്തുത പറയേണ്ടി വരും. ഞാനിവിടെ നിങ്ങളുടെ തന്നെ ഭാഗത്ത് നിന്ന് പലരും സംസാരിച്ചത് വളരെ കാര്യഗൗരവത്തോടെയാണെന്ന് പറഞ്ഞല്ലോ. ഒരാൾ മാത്രമല്ല, പലരും അങ്ങനെ, ഇപ്പുറത്തൊന്നും അതെ അങ്ങനെയാണ് സംസാരിച്ചത്. ആ സ്പിരിറ്റാണ് നമുക്ക് നിലനിർത്തേണ്ടത്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് വരുമ്പോൾ കണക്കും വസ്തുതയൊക്കെ പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ.